ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഈ ഓട്സ് പുട്ട് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കറികൾ കൂട്ടിയും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കുഴിവുള്ള ഒരു ബൗളിലേക്ക് 2-3 ടീസ്പൂൺ ചെറിയ തേങ്ങ ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ്, പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാബേജ് പൊടിയായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയുടെ ഉണ്ണി മാറ്റിയതിന് ശേഷം വെള്ളയാണ്. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഉണ്ണിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വഴുക്കൽ കുറഞ്ഞ് കിട്ടും. റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ വഴുക്കൽ കുറയും. ഒത്തിരി മുരിയൊന്നും വേണ്ട, ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മളിത് ചിരട്ടക്കണയിലാണ് വേവിക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചേർക്കുക. നനച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കുക. അതിൻ്റെ മീതെ കുറച്ചുകൂടി തേങ്ങ വെച്ചിട്ട് നമ്മൾ ഇത് ആവി വരുന്ന കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. പൊട്ടുകണയിൽ നിന്ന് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം കുക്കറിൽ നിന്ന് മാറ്റാം. 2 ചിരട്ടക്കണ ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മാറ്റുമ്പോൾ തന്നെ അടുത്തത് റെഡിയാക്കി വെച്ചാൽ വേഗം വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. 2 പുട്ടാണ് ഈ അളവിലെടുത്താൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക്